എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഒരു തരി പോലും എണ്ണയും കുടിക്കാത്ത നല്ലൊരു ക്രിസ്പി ബനാന ഫ്രൈ ആണ്. ഈ ഒരു രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. നിത്യവും നമ്മൾ തയ്യാറാക്കുന്ന പഴംപൊരിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ ഒരു ക്രിസ്പി ബനാന ഫ്രൈ. എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള നല്ലൊരു ബനാന ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ഇനി നമുക്ക് ബനാന ഫ്രൈ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 3 ഏത്തപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പഴത്തിനെ ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കാം. ആദ്യമേ നമുക്ക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഭാഗിച്ചിട്ടുണ്ട്. അതിനുശേഷം തോലോടുകൂടി തന്നെയാണ് നമ്മൾ ഈ പഴത്തിനെ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ പഴത്തിന്റെ വഴുവഴുപ്പൊന്നും ആകാതെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനും സാധിക്കും. തോലോടുകൂടി തന്നെ പഴം കട്ട് ചെയ്തെടുക്കുമ്പോൾ പഴം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ടും. ഇന്നത്തെ നമ്മുടെ ബനാന ഫ്രൈ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ പഴവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ തോല് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാനാണ് എളുപ്പമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ എല്ലാ പഴവും ഞാനിതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ തോൽ എന്നിട്ട് ഇത് മാറ്റാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എല്ലാ പഴത്തിൻ്റെ തോലും ഒന്ന് എടുത്ത് മാറ്റാവുന്നതുമാണ്. പഴം തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനായിട്ടുള്ളൊരു ബാറ്റർ കൂടെ റെഡിയാക്കണം. ബാറ്റർ റെഡിയാക്കാനായിട്ട് ഒരു ബൗൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 250 ഗ്രാം അളവുള്ള കപ്പിൽ 1 കപ്പ് മൈദപ്പൊടി ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ 125 ഗ്രാം അളവിൽ കോൺഫ്ലോർ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ മധുരത്തിനായിട്ട് 1 സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ ബനാന ഫ്രൈ നല്ല ക്രിസ്പിയായി കിട്ടുന്നതിനായിട്ട് 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയും നല്ലൊരു കളർ കിട്ടുന്നതിനായിട്ട് 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്രിസ്പി ബനാന ഫ്രൈക്ക് നല്ലൊരു സ്വാദ് കിട്ടുന്നതിനായിട്ട് 1 സ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ക്രിസ്പി ബനാന ഫ്രൈ തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് ലൂസായിട്ടാണ് ഈ ഒരു മാവ് കിട്ടേണ്ടത്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മാവ് നല്ല ലൂസായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബനാന ഫ്രൈക്ക് നല്ല ക്രിസ്പിനെസ് കിട്ടുന്നതിനായിട്ട് കുറച്ച് റസ്ക് പൊടി കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയാൽ പിന്നെ നമുക്ക് ഉടൻ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് നമ്മുടെ പഴത്തിനെ ഒന്ന് പൊതിഞ്ഞെടുക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്ററിൽ മുക്കിയിട്ട് ഈ ഒരു റസ്ക് പൊടിയിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കോട്ടിങ് നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് മാത്രം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പൊടി പെട്ടെന്ന് തന്നെ നനഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ്. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ ഇതിനെ കോട്ട് ചെയ്തെടുക്കാം. അവ നല്ലതുപോലെ കുടഞ്ഞു മാറ്റിയതിന് ശേഷമായിരിക്കണം ഇതുപോലെ കോട്ടിങ് ചെയ്തെടുക്കേണ്ടത്. 2 കൈ കൊണ്ട് മാത്രം ഇതുപോലെ ചെയ്താൽ മതിയാകും. കുറച്ചളവിലാണ് പഴം എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററിലേക്ക് എല്ലാ പഴവും കട്ട് ചെയ്തിട്ട് വെക്കാവുന്നതാണ്. അതിനുശേഷം സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ കോരിയെടുക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് തന്നെ ഇതിനെ എല്ലാം കോട്ട് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. ഇപ്പോൾ കോട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അതിനുശേഷം നമുക്കിതെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ എല്ലാ പഴവും ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് കൂടി എടുക്കാം. ബനാന ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു അയൺ പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ചട്ടി നല്ലവണ്ണം ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വന്നപ്പോൾ ഓരോ പഴവും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കാം. ഈ ഒരു പഴം ഒന്നിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. ഒരു വശം പാകമായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറുവശവും ഇതുപോലെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പഴമെല്ലാം തന്നെ നല്ല സ്വർണ്ണ നിറത്തിലാണ് നമുക്കിവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. 2 വശവും നല്ലവണ്ണം മുരിഞ്ഞു കിട്ടുന്നതിനായിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മുരിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പഴം എല്ലാം നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒരു തരി പോലും എണ്ണയൊന്നും കുടിക്കാതെ വളരെ പെർഫെക്റ്റ് ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ടും തന്നെ നമുക്കിവിടെ മുരിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴത്തിനെ മറ്റൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ഈ ഒരു രീതിയിൽ പഴം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വളരെ എളുപ്പത്തിലാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ രണ്ടാമത്തെ പഴവും നല്ല പോലെ ഒന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്.
നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ, വളരെ ക്രിസ്പി ആയിട്ടാണ് നമുക്കിതിനെ പൊരിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. നിത്യവും തയ്യാറാക്കുന്ന പഴംപൊരിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ ഒരു ക്രിസ്പി ബനാന ഫ്രൈ. നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു ചാനൽ മുന്നോട്ട് പോകുന്നത്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.